ഹായ് ഗൈസ്, ഇറ്റ്സ് വൈബികൾ പൂജ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ബാങ്കിലും വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് കയറാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആയി. ഒപ്പം മഴയുടെ കാര്യമോ പറയണ്ട ഗൈസ്. കോയമ്പത്തൂർ ഇപ്പം മറ്റേ നമ്മുടെ ഏപ്രിൽ മെയ് മന്ത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പാലക്കാട് മഴ പറഞ്ഞാൽ ഊക്കമഴയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറെ സ്റ്റേറ്റിലേക്ക് നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ് ഗൈസ്. നമ്മളുടെ ലോക്കൽ പ്രൂഫും പിന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം കാര്യങ്ങളും നമുക്ക് നമ്മുടെ നേറ്റീവ് പ്ലേസിൽ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാങ്ക് പരമായുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ലീവ് എടുത്ത് വരേണ്ട അവസ്ഥ. ബാങ്കിന്റെ ഉള്ളിലും കുഞ്ഞിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ നമ്മൾ കയ്യിലൊരു ഫോണും കൊടുത്ത് ഇങ്ങനെ കിടത്തി. ഐ നോ ഇറ്റ്സ് നോട്ട് റൈറ്റ്, പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല മഴയും തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ബിരിയാണി കഴിക്കാൻ തോന്നി. നമ്മൾ നേരെ മലബാർ ഹോട്ടലിലേക്ക് വിട്ടു. നമ്മൾ അങ്ങനെ വില്ലേജ് ഓഫീസിലും ബാങ്കിലൊക്കെ പോയിട്ട് വരാൻ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ബിരിയാണി വരാനും ലേറ്റ് ആയി. അയ്യോ ചേട്ടാ, പാത്രമൊക്കെ തുടച്ചത് മതി, ഞങ്ങൾക്ക് ആദ്യം ബിരിയാണി തരൂ എന്നുള്ള മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ബിരിയാണിയും കിട്ടിയിട്ടോ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് കുട്ടി പവറായി കഴിഞ്ഞപ്പോൾ അതേ കാണുന്ന സോഫയിൽ കയറി ചാട്ടമായിരുന്നു. ഹോട്ടലുകാർ പുറത്താക്കുന്നതിന് മുന്നേ നമ്മളായിട്ട് ഇറങ്ങണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ശരി. ഏത് ഗൈസ്, ഇതാണ് പാട്ടിന് വായ കൊണ്ട് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പാട്ടൊക്കെ വെച്ച് നമ്മൾ വായ കൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് കുഞ്ഞുങ്ങളെ പൊതുവെ നമുക്ക് ഒരു സ്ഥലത്ത് പിടിച്ചിടാൻ പറ്റില്ലല്ലോ ഗൈസ്. അങ്ങനെ കാറിനുള്ളിൽ തന്നെ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് ഭ്രാന്തായി. അവസാനം അവിടെ ഇവിടെ കയറി ചാടാനും തുള്ളാനും ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞപ്പോൾ ആള് കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞിറങ്ങി പാവം ഉറങ്ങി. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ ഗൈസ്.